ഹരി ഓം. ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് പുള്ളുവൻ പാട്ടിനെ കുറിച്ചാണ്. പണ്ട് മുതൽക്കേ സർപ്പപ്രീതിക്കായിട്ട് നടത്തി വരുന്ന ഒരു വഴിപാടാണ് പുള്ളുവൻ പാട്ട്. നമ്മുടെ എല്ലാവരുടെ വീടുകളിലും പണ്ട് നിങ്ങൾ കേട്ടിരിക്കും. അതിനെ പുള്ളുവൻ പാട്ട് നടത്തുന്നതിന് വീണ, കൈമണി, കുടം എന്നീ 3 വാദ്യോപകരണങ്ങളായിട്ടാണ് ഈ പുള്ളുവ ജനങ്ങൾ പാടി നടക്കുന്നത്. ഈ ആചാരത്തിന് പിന്നിൽ രസകരമായൊരു കഥയുണ്ട്, അത് പറയാം. പണ്ടൊരിക്കൽ ബ്രഹ്മദേവൻ്റെ അടുക്കൽ നാഗരാജാക്കന്മാരായ വാസുകിയും മഹാപത്മനും ഒരു പരാതിയുമായിട്ടെത്തി. മനുഷ്യർ സൂര്യചന്ദ്രന്മാരെയും പിന്നെ ഗരുഡൻ, മയിൽ, പശു, കാള തുടങ്ങി പക്ഷിമൃഗാദികളെയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പാമ്പുകളോട് മാത്രം അവർക്ക് വലിയ വിരോധമാണ്. അതുകൊണ്ട് മേലിൽ ഞങ്ങളെയും ദൈവങ്ങളായി കരുതി പൂജിക്കാൻ അങ്ങ് മനുഷ്യരോട് കൽപ്പിച്ചാലും എന്ന് അവരുടെ സങ്കടം ബോധിപ്പിക്കുന്നു. ആ സർപ്പങ്ങളുടെ ഈ ആവശ്യം പരിഗണിക്കാമെന്ന് ബ്രഹ്മദേവൻ വാക്കും കൊടുത്തു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മനുഷ്യർ തങ്ങളുടെ ആ വീടിനരികെ പാല, മരോട്ടി, നാഗദന്തി, ഇലഞ്ചി ഇങ്ങനത്തെ വൃക്ഷങ്ങളൊക്കെ നട്ട് വളർത്തി കാവുകളൊക്കെ ഉണ്ടാക്കി അവിടെ നാഗവിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് സർപ്പാരാധന നടത്തുകയും ചെയ്തു. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് ഈ സർപ്പങ്ങളെ പൂജിക്കുന്നത് ഒരു അന്ധവിശ്വാസമായി തോന്നി. അവർ ഈ നാഗാരാധനയൊക്കെ നിർത്തിവെച്ച് എന്ന് മാത്രമല്ല കാണുന്ന പാമ്പുകളെയെല്ലാം തല്ലിക്കൊല്ലാനും തുടങ്ങി. അതോടെ സർപ്പശാപമേറ്റ് മനുഷ്യർക്ക് സന്തതികൾ ഉണ്ടാവാതെയായി. മാത്രമല്ല കുഷ്ഠം, പാണ്ട് ഈ മാറാരോഗങ്ങൾക്ക് അടിമയായി മാറി ജനങ്ങൾ മുഴുവൻ. ധാരാളം മനുഷ്യർ പാമ്പ് കടിയേറ്റ് മരിക്കുകയും ചെയ്തു. മനുഷ്യരുടെ ഈ കഷ്ടപ്പാടുകൾ കണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് ദയ തോന്നിയിട്ട് അവർ ദർഭപ്പുല്ല് കൊണ്ട് ഒരു മനുഷ്യനെയും സ്ത്രീയെയും ഒരു ബാലനെയും സൃഷ്ടിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ 3 പേരും എത്രയും പെട്ടെന്ന് ഭൂമിയിലെത്തി സർപ്പകോപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കണം എന്ന്. അങ്ങനെ അവർ ബ്രഹ്മാവ് ഒരു കുടവും ശിവൻ വീണയും മഹാവിഷ്ണു കൈമണിയും അവർക്ക് നൽകി. അതിനുശേഷം ഈ ത്രിമൂർത്തികളാൽ മഹാവിഷ്ണുവിൻ്റെ സത്വഗുണവും മഹാദേവൻ്റെ തമോ ഗുണവും ബ്രഹ്മാവിൻ്റെ രജോഗുണവും ഇത് ചേർത്ത് ഒരു ത്രിഗുണതാളം എന്ന പേരിൽ ഒരു സംഗീതം ഉണ്ടാക്കിയിട്ട് ഈ 3 പേരെയും പഠിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഭൂമിയിലേക്ക് അയക്കണം. ഭൂമിയിലെത്തിയ അവർ 3 പേരും വീണയും കൈമണിയും കുടവും ഉപയോഗിച്ച് നല്ല കേൾക്കാൻ രസമുള്ള പാട്ടുകൾ പാടി നാടുനീളെ നടന്നു. ആ ദിവ്യ സംഗീതത്തിൻ്റെ മാസ്മരിക ശക്തി കൊണ്ട് സർപ്പങ്ങൾ ശാന്തരായി. അവ തങ്ങളുടെ ആ പ്രതികാര വാഞ്ചൊക്കെ ഉപേക്ഷിച്ച് മനുഷ്യരെ അനുഗ്രഹിച്ച് അവരുടെ രോഗങ്ങളൊക്കെ മാറ്റി. സർപ്പകോപത്തെ അടക്കി വ്യാധികളിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ച ആ സ്ത്രീയും പുരുഷനും ബാലനും പിന്നീട് പുല്ലോർഭവസ്യർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് ദർഭപ്പുല്ലിൽ നിന്ന് ഉത്ഭവിച്ചതായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയത്. അവരുടെ പിൻഗാമികളാണ് പിന്നീട് കുടം കൊട്ടി പാടാനെത്തുന്ന പുള്ളുവർമാർ എന്ന് പറയുന്നത്. പുല്ലോർഭവസ്യർ പാടിയ ത്രിഗുണതാളമാണ് പുള്ളുവൻ പാട്ട് എന്നറിയപ്പെടുന്നത്. ഇന്നും സർപ്പങ്ങൾക്ക് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാൽ നിർമ്മിച്ച ആ പുള്ളുവൻ പാട്ടിനോളം പ്രിയപ്പെട്ട മറ്റൊരു വഴിപാടും ഇല്ല എന്നാണ് വിശ്വാസം. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ഹരി ഓം.